ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ഇപ്പോൾ നടപടി ഉണ്ടാകുന്നു എന്നുള്ള വാർത്ത വരികയാണ്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദ, നഴ്സ് ധന്യ എന്നിവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി ഉണ്ടാകുന്നു. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, ആദ്യഘട്ട പ്രാഥമിക നടപടി സ്വീകരിക്കുകയാണ്. ഇപ്പോൾ ഈ ഇരുവർക്കും എതിരെ നടപടി ഉണ്ടാകുന്നു. മറ്റു മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും? വാർത്ത പുറത്തു വന്ന് 26 മണിക്കൂറിൽ നടപടി ഉണ്ടാവുകയാണ്. 2 പേർക്കാണ് സസ്പെൻഷൻ ഉള്ളത്. അത് ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദ, അതോടൊപ്പം തന്നെ അവിടുത്തെ ഈ ശസ്ത്രക്രിയ നടക്കുന്ന സമയത്ത് ഡോക്ടറുടെ സഹായിയായി ഉണ്ടായിരുന്ന നഴ്സിംഗ് ഓഫീസർ PS ധന്യ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അല്പം മുമ്പാണ് ഈ ഉത്തരവ് പുറത്തിറങ്ങിയത്, സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത്. ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർ ഒരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിനാണ്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രാഥമികമായി ഇവർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഷാഹിദ് ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്തു വരുന്നത്. ആലപ്പുഴയിൽ നിന്നും ട്രാൻസ്ഫർ ആയി ഇവിടേക്ക് എത്തിയതാണ്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ആലപ്പുഴയായിരുന്നു. ഇപ്പോൾ എന്തായാലും നടപടി ഉണ്ടാവുകയാണ്. 2 പേർക്കാണ് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. ഈ 2 പേർക്ക് മാത്രമാണോ ഇതിൽ വീഴ്ച എന്നുള്ള കാര്യമാണ് ഇനി പരിശോധിക്കേണ്ടത്. അതിനും അപ്പുറത്തേക്ക് ആളുകൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, അതോ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി നിന്ന്, അല്ലെങ്കിൽ ഈ ശസ്ത്രക്രിയയുടെ ഭാഗമായി നിന്ന മറ്റാളുകൾ ആരൊക്കെ എന്നുള്ളതൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം ഉയരുന്ന പശ്ചാത്തലത്തിൽ പ്രാഥമിക നടപടി എന്നുള്ള നിലയ്ക്കാണ് 2 ആളുകളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ആരോഗ്യമന്ത്രിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ പ്രധാനപ്പെട്ട സംസ്ഥാന സർക്കാരിനെ അടിക്കാൻ കിട്ടിയൊരു വടിയായി പ്രതിപക്ഷം അടക്കം ഈ ഒരു വിഷയത്തെ ഉയർത്തിക്കാട്ടുന്നു. ഇന്നലെ വൈകുന്നേരം ഈ വാർത്ത വന്നപ്പോൾ മുതൽ പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തെ ഒന്ന് തണുപ്പിക്കാൻ സസ്പെൻഷൻ കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് കണക്കുകൂട്ടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2 പേരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങൾ നൽകിയത്. എന്തായാലും അമൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇങ്ങനൊരു വാർത്ത വന്ന്, അനാസ്ഥയുടെ പിഴവിന്റെ വീഴ്ചയുടെ വാർത്ത വന്ന് 26 മണിക്കൂറിൽ തന്നെ ആരോഗ്യവകുപ്പ് നടപടിയെടുക്കുന്നു എന്നുള്ളതാണ്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദയും ഒപ്പം തന്നെ നഴ്സായിരുന്ന ധന്യയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി വരികയാണ്.